പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആനോഡ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ അയൺ എന്ന് പറയുന്നത് കാഥോഡായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് മെറ്റലിന്റെ കൊറോഷനെ പ്രിവെന്റ് ചെയ്യും. തേർഡ് കണ്ടീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ electrical protection or cathodic protection. Metal to be protected is connected to a more active metal. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ more active ആയിട്ടുള്ള മെറ്റലിനെ either directly or through a wire. For protecting underground iron pieces from corrosion, they are connected to more active magnesium or zinc plates. അപ്പോൾ നമ്മൾ അയൺ ആണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടതെങ്കിൽ പിന്നെ നമുക്ക് മോർ ആക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും മെറ്റൽസ് സിങ്കോ മെഗ്നീഷ്യോ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ മെറ്റൽ ആനോഡായിട്ട് ആക്ട് ചെയ്യും, കാഥോഡും ആവും. കാഥോഡ് ആയിക്കഴിഞ്ഞാൽ മെറ്റൽ പ്രൊട്ടക്ഷൻ വരുന്നതാണ്. Iron object acts as a cathode, whereas the protective metal acts as the anode. ഇവിടെ ആനോഡും ഇത് കാഥോഡും ആയിട്ട് ആക്ട് ചെയ്യും. This is another way for protecting the iron. അല്ലെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യാം. എക്സ്റ്റേണൽ ആയിട്ട് നമ്മളിപ്പോ കാഥോഡിക് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യണമെങ്കിൽ കാഥോഡിക് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് നമുക്ക് മെറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാം. അടുത്ത് ഫോർത്ത് മെത്തേഡ് എന്ന് പറയുന്നത് യൂസ് ഓഫ് ആന്റി റസ്റ്റ് സൊല്യൂഷൻ. ആന്റി റസ്റ്റ് സൊല്യൂഷൻ യൂസ് ചെയ്യും. ആന്റി റസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ആൽക്കലൈൻ ഫോസ്ഫേറ്റ്, അല്ലെങ്കിൽ ആൽക്കലൈൻ ക്രോമേറ്റ്, പോലത്തെ സൊല്യൂഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ റസ്റ്റ് ഫോം ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും. ഇത്രയാണ് നമ്മുടെ കൊറോഷൻ പ്രൊട്ടക്ഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനിൽ ബാരിയർ പ്രൊട്ടക്ഷൻ ബൈ പെയിന്റിംഗ് ഓർ കോട്ടിംഗ് വിത്ത് സം ബാരിയർ പ്രിവെന്റിംഗ് മെറ്റൽസ് ലൈക്ക് കോപ്പർ ഓർ. പിന്നെ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ പൈപ്പുമായിട്ട് അല്ലെങ്കിൽ ഏതാണ് കൊറോഷൻ പ്രിവെന്റ് ചെയ്യേണ്ട മെറ്റൽ അതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മോർ ആക്റ്റീവ് മെറ്റൽ വിൽ ആക്ട് ആസ് സാക്രിഫിഷ്യൽ ആനോഡായിട്ട് ആക്ട് ചെയ്യും. അതായത് സാക്രിഫൈസ് ചെയ്യാണ്, സ്വന്തമായിട്ട് സാക്രിഫൈസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഡിസ്ട്രക്ഷൻ നടക്കുകയും അയൺ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. അതേപോലെ ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കാഥോഡിക് പ്രൊട്ടക്ഷൻ രണ്ടും ഒരേ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്. ഇവിടെയും മോർ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ ആനോഡായിട്ട് ആക്ട് ചെയ്യും, അയൺ എന്ന് പറയുന്നത് കാഥോഡായിട്ട് ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. ആന്റി റസ്റ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് നമുക്ക് കൊറോഷൻ പ്രിവെന്റ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.